ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്കിന്റെ ഫസ്റ്റ് മൂവി കൊണ്ട് വമ്പൻ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. എന്ത് പറയണമെന്ന് അറിഞ്ഞൂടോ, വിഷ്വൽസ് ഒക്കെ മുട്ടായി പോലെ ഇരിക്കുന്നു. പിന്നെ ഓഡിയോ വിഷ്വൽ എല്ലാ സ്റ്റോറി എല്ലാം അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഐമാക്സിൽ തന്നെ കാണണം. ഞാൻ കണ്ടത് ട്രിവാൻഡ്രം ലുലു മാളിലെ ഐമാക്സിലാണ്. ഞാൻ പോയ എക്സ്പീരിയൻസ് പറയാം. രാവിലെ ഏകദേശം ഒരു 5-5:30 മണിയായപ്പോഴാണ് നമ്മളിവിടുന്ന് തിരിക്കണേ. 7 മണിക്ക്, രാവിലത്തെ 7 മണിക്ക് ഷോ. ഇപ്പൊ ട്രിവാൻഡ്രത്ത് എനിക്ക് തോന്നുന്നു അതാണ് ആദ്യത്തെ ഷോ. 7 മണിക്ക് ലുലു മാളിൽ ഐമാക്സിലും 4DXലും ആണെന്ന് തോന്നുന്നു ആദ്യത്തെ ഷോ. നമ്മൾ ആദ്യം ടിക്കറ്റ് കിട്ടില്ല, ഇത് പിന്നീട് വന്ന ഒരു ഷോയാണ്. ആദ്യം 9-10 കണ്ടായിരുന്നു ഫസ്റ്റ് ഷോ ഉണ്ടായിരുന്നത്. അതെല്ലാം ഫുള്ളായി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഷോ ആഡ് ചെയ്ത്. അങ്ങനെ 7 മണിക്ക് ഷോ ഉണ്ട്, ടിക്കറ്റ് കിട്ടി, അങ്ങനെ പോയതിന് മെയിൻ റീസൺ ഉണ്ട്. എൻ്റെ വൈഫിന് പ്രാന്താണ് ഈ ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞാൽ. എന്നെ രാവിലെ 4 മണിക്ക് വിളിച്ചുണർത്തി. ഞാൻ സത്യത്തിൽ വലിയ ആനിമെ ഫാനോ വലിയ പ്രാന്തോ ഒന്നും എനിക്കില്ല. ഞാൻ കാണും. ഞാൻ അപ്പോൾ 4 ആനിമെ മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ കണ്ടിട്ട്. വൺ പീസ്, നറൂട്ടോ, പിന്നെ ഡെത്ത് നോട്ട്, ഡീമൺ സ്ലെയർ. എനിക്ക് സെക്കൻഡ് ഇഷ്ടപ്പെട്ടത് ഡീമൺ സ്ലെയർ ആണ്. അതുകൊണ്ടാണ് ഞാനും ഇതിന് അത്രയ്ക്ക് അങ്ങനെ വമ്പിച്ച് പോയത്. അങ്ങനെ രാവിലെ 4 മണിക്ക് തുടങ്ങിയ ഒരു ഇറങ്ങലാണ്. ഇവിടുന്ന് 5:30 ഇറങ്ങി ഒരു 6:30 ആയപ്പോഴും അവിടെ എത്തിയപ്പോഴത്തേക്കും ലുലു മാളിൽ അകത്ത് കയറിയെങ്കിലും PVR ഓപ്പൺ ആയിട്ടില്ല. നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്ത്. അവിടെ വലിയ ക്രൗഡില്ലായിരുന്നു. കാര്യം ഹാർഡ് കോർ ഫാൻസ് ഒക്കെ ആദ്യം വന്ന ഷോ ഫുള്ള് കംപ്ലീറ്റ്ലി ബുക്ക് ചെയ്ത് കഴിഞ്ഞ് 10:15 അത് ഫുള്ള് കംപ്ലീറ്റ്ലി ബുക്ക്ഡ് ആണ്. അതാണെന്ന് തോന്നുന്നു ഹാർഡ് കോർ ഫാൻസ്. പിന്നെ അത് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ PVR ഓപ്പൺ ആയപ്പോൾ തന്നെ ഇരച്ചങ്ങ് കയറി. അതിനകത്ത് കയറി. OD1-നകത്ത് ഐമാക്സ് ആയിരുന്നു. ഐമാക്സ് അറിയാമല്ല. പിന്നെ നമ്മുടെ ഐമാക്സിന് ചെറിയ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ പറയാം. അപ്പൊ അങ്ങനെ അതിനകത്ത് കയറി സ്ക്രീന് പ്ലേ ചെയ്ത് തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവം, നമ്മുടെ ഐമാക്സ് ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഐമാക്സിൽ ഫുൾ സ്ക്രീന് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മുടെ ഡീമൺ സ്ലെയറിന്റെ ഈ പ്രിന്റ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. 2 സൈഡിൽ ചെറിയ ഒരു നെഗ്ലിജിബിൾ ചെറിയൊരു ബ്ലാക്ക് ബാർസ് വിസിബിൾ ആണ്. പിന്നെ എനിക്ക് തോന്നിയത് ഓഡിയോ ഭയങ്കര ഇത് തിയേറ്ററിന്റെ കുഴപ്പമാണോ പ്രിന്റിന്റെ കുഴപ്പമാണോ എന്ന് അറിഞ്ഞൂടാ, ഓഡിയോ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓഡിയോയുടെ വോളിയമോ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടാതെ പോയത് ആ ഒരു വോളിയത്തിന്റെ കാര്യത്തിലാണ്. സറൗണ്ട് സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മൊത്തത്തിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് അണഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ നിന്ന് എനിക്ക് കിട്ടിയത്. പക്ഷെ മൂവി വൈസ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ ഞാൻ എന്തൊരു കണ്ടത് സാധനം. വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞാൽ പണി എടുത്തിട്ടുണ്ട്. അമ്മാതിരി വിഷ്വൽസ് ഫുൾ ബ്രൈറ്റ് കളേഴ്സ്. നമ്മൾ ഒരു ഡള്ളോ സാധനങ്ങളോ ഒന്നുമല്ല, എല്ലാ കളറും ഉണ്ട്. പച്ച, മഞ്ഞ, നീല, ചുവപ്പ് എല്ലാ കളറും ഉണ്ട്. മറ്റേ അപ്പർ മൂണിൻ്റെ ഒക്കെ കണ്ണിൽ എഴുതിയിരിക്കുമല്ലോ നമ്പേഴ്സ്, അതൊക്കെ വിഷയം. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ 2K പ്രൊജക്ഷൻ ആണെന്നാണ് തോന്നുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ലുലു ഐമാക്സ്. അതുകൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നി. അതെനിക്ക് തോന്നുന്നു ഞാൻ 4K കണ്ട് ശീലമായോണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെനിക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവ് പോലെ എനിക്ക് തോന്നി. ഇനി 4K പ്രൊഫഷനിൽ കണ്ടവർക്ക് അടിപൊളിയായിട്ട് തോന്നിക്കാണും. ഞാൻ കണ്ടത് ജാപ്പനീസ് ഓഡിയോ ആണ് വിത്ത് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ. എനിക്ക് പക്ഷെ ആക്ച്വലി ഇംഗ്ലീഷാണ് ഇഷ്ടം. എൻ്റെ വൈഫ് അവൾ ജാപ്പനീസേ കാണൂ. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. അപ്പൊ ഇൻഫിനിറ്റി കാസിൽ ആർക്ക് എന്ന് പറയുന്നത് നമ്മുടെ തൊട്ട് മുന്നേ ആഷിറ ട്രെയിനിങ് ആർക്കിന്റെ കണ്ടിന്യൂഷൻ ആണ്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ മൂസാൻ വന്ന് എല്ലാവരും ഇൻഫിനിറ്റി കാസിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ആ ഒരു സീന് കാണിച്ചിട്ടില്ല, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് അവസാനത്തെ സീനിൽ നമ്മൾ ഓരോ ആൾക്കാരുടെ എൻട്രിയെ കാണിക്കുമല്ലോ, സെൻസുവിനെ കാണിക്കുമല്ലോ, അപ്പോൾ ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ, അതവര് ഒന്ന് ഒരു 10-20 മിനിറ്റത്തേക്ക് നീട്ടി അങ്ങ് തന്നിട്ടുണ്ട്. ആ ഒരു ഗൂസ് ബംസ് അങ്ങനെ കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞ് അവരെല്ലാം എൻട്രി കഴിഞ്ഞ് ഓരോ ആൾക്കാരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് നേരത്തെ അറിയാവുന്ന ആൾക്കാർ തന്നെ, പക്ഷെ ഇൻഫിനിറ്റി കാസിലിനകത്ത് അല്ലെങ്കിൽ ഇൻഫിനിറ്റി കാസിലിനകത്ത് വരുമ്പോഴത്തേക്കും ഇവരുടെ പേഴ്സണാലിറ്റി ചേഞ്ച് അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 2-3 പേരെയാണ് ഫോക്കസ് ചെയ്ത് കാണിച്ചത്. ഒന്ന് മൂസാൻ കഴിഞ്ഞ സീസണിൽ കാണിച്ചതുപോലെ തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഡോമയും അക്കാസയും, ഇവർ 2 പേരെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഡോമ വന്നിട്ട് ഒരു സൈക്കോളജിക്കൽ ഒരു വില്ലനാണ്. അത് കൊള്ളാം, ഒരു എന്റർടൈനിങ് ആണ്, കണ്ടുനോക്കുക, അടിപൊളിയാണ്. അത് കഴിഞ്ഞ് അക്കാസയും ഒരു വൻ ഫൈറ്റ് ഉണ്ട്. ഞാൻ കൂടുതലൊന്നും പറയാനില്ല. വിഷയം ഫൈറ്റ് ആനിമേ. എനിക്ക് തോന്നുന്നു ഈ ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞതിന് ഇത്രയും പോപ്പുലർ ആയത് കറക്റ്റ് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് ഇത്രയും ആനിമേഷനും ഇത്രയും കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ഫൈറ്റും ഒക്കെ കൊണ്ടാണ് ഇവർ ഇത്രയും പെട്ടെന്ന് ഞാൻ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ
ഇത് ഈ ഒരു ഇൻഫിനിറ്റി കാസിൽ ആർക്ക് എന്ന് പറയുന്നത് ഇതുവരെ ഡീമൺ സ്ലെയറിൽ ഇറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. അത്രയ്ക്കൊരു പൊളപ്പ സിനിമ. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് ഇതൊരു മൂവി ആക്കിയതിൻ്റെ കുറവുകളുണ്ടെന്ന് എനിക്ക് തോന്നി. കാര്യം കൂടുതൽ എക്സ്പ്ലോർ ഇപ്പം ഫൈറ്റ് സീക്വൻസും പിന്നെ ചിലയിടത്തൊക്കെ കൂടുതൽ പറയാൻ പറ്റാതെ പോയതുപോലെയൊക്കെ തോന്നി. അതായത് ഫൈറ്റ് സീക്വൻസ് ഒക്കെ കുറച്ചുകൂടെ കാണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്കത് കാണാൻ പറ്റിയിരുന്നെങ്കിലൊക്കെ തോന്നിയ കുറേ സീക്വൻസുകൾ ഉണ്ടായിരുന്നു. ഇപ്പം എപ്പിസോഡ് വൈസായിരുന്നു നമുക്ക് ഒരുപാട് കാണാമായിരുന്നു. പക്ഷേ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഒരു വേറെ ലെവൽ സാധനം തന്നെയാണ്. പിന്നെ സിനിമയുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഓഡിയോയുടെ കുഴപ്പമാണോ അറിഞ്ഞുകൂടാ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചെറിയൊരു ഡൗൺ ഫീല് വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് അക്കാസയുടെ ബാക്ക് സ്റ്റോറി പറയുന്ന സമയത്ത് ഒരു 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 ഇറക്കം, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും മൊത്തം എക്സ്പീരിയൻസിനൊന്നും ബാധിച്ചിട്ടില്ല. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് കമന്റ് ബോക്സിൽ പറയുക. പിന്നെ കഴിഞ്ഞ ഹാഷിര ട്രെയിനിങ് ആർക്കിന്റെ മൂവി ഇറങ്ങിയപ്പോഴും ഇതേ തിയേറ്ററിൽ തന്നെയാണ് പോയത്. പക്ഷെ ആ സമയത്ത് കഴിഞ്ഞ സീസണിന്റെ ലാസ്റ്റ് എപ്പിസോഡും ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡും കാണിച്ചു. അപ്പം ഞാൻ ഇതിലും അങ്ങനെ ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ സ്പോയിലറൊന്നും അറിഞ്ഞിട്ടില്ല, മാങ്ക വായിച്ചിട്ടില്ല, എനിക്കിതിനെപ്പറ്റി ഐഡിയ ഇല്ല. എന്നാലും ഞാൻ അതായിരിക്കും എന്ന് വിചാരിച്ച് പോയപ്പം ഒരു ഫുൾ ലെങ്ത് മൂവി തന്നെ കിട്ടി. പിന്നെ മൂവിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫുൾ ഒരു ഫ്ലാറ്റ് റേഷ്യോ ആണ് ഇത്. ആക്ച്വലി ഐമാക്സ് മറ്റേ എപ്പിക് സ്ക്രീന് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് കാണാൻ പറ്റിയൊരു മൂവി. അങ്ങനത്തെ റേഷ്യോ സ്ക്വയർ റേഷ്യോയിലാണ് ഇറക്കിയിരിക്കുന്നത്. നമ്മുടെ സാധാരണ വൈഡ് സ്ക്രീനിൽ പോയി കണ്ടാൽ ഫുൾ ഒരു വലിയ തിക്ക് ബാറ് തന്നെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം ഐമാക്സ് അങ്ങനെയുള്ള സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. പക്ഷേ ഏറ്റവും വലിയ പോക്കർത്തനം ഐമാക്സിൻ്റെ ടിക്കറ്റ് ചാർജ് അറിയാലോ 1000 രൂപയൊക്കെയാണ്. 600-1000 രൂപയാണ്. ഇവിടെ ട്രിവാൻഡ്രം ഐമാക്സിൽ നമ്മളെടുത്ത ടിക്കറ്റിന് ഒരു ടിക്കറ്റിന് 650 രൂപ. എന്തിന്? അതേസമയത്ത് SL 180 രൂപയുള്ള ടിക്കറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ കണ്ടാലും ഓക്കെ ആണെന്ന് തോന്നുന്നു. കണ്ടവരുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് പറയുക. ഇപ്പോൾ അവിടെ അടിപൊളി പ്രൊജക്ഷനാണ്, അടിപൊളി സൗണ്ട് സിസ്റ്റം ആണ്. എനിക്ക് തോന്നുന്നു നല്ല എക്സ്പീരിയൻസിന് അവിടെ കിട്ടും. വലിയ സ്ക്രീനുമാണ്. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് 2 സ്ക്രീനാണ് ഐമാക്സും SL. രണ്ടിടത്ത് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഐമാക്സ് കൊച്ചിയിൽ ഐമാക്സിൽ 1000 രൂപയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊരു വലിയ തെണ്ടിത്തരാണെന്ന് തന്നെ ഞാൻ പറയും. അതൊക്കെ ഒന്ന് കുറയ്ക്കായിരുന്നു. ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഫാൻസ് തിയേറ്ററിൽ പോയി കാണും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർ പൈസ കൂട്ടി, എന്തായാലും വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പൈസ കൂട്ടി അങ്ങ് വാങ്ങിക്കുക. എന്തായാലും ട്രിവാൻഡ്രത്ത് കൊച്ചിയിൽ ഓരോ ഐമാക്സേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു ബെസ്റ്റ് വ്യൂയിങ് എക്സ്പീരിയൻസ്, ബെസ്റ്റ് സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് അനൂപ്.